ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കട്ട്ലാൻ ക്രാഫ്റ്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു പിക്നിക്കിൻ്റെ വീഡിയോ ആണ്. ജനസംസ്കൃതി ആർക്കേപുരം ബാലവേദി ഓർഗനൈസ് ചെയ്ത ഒരു ഫാമിലി പിക്നിക്കിനെ പറ്റിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ തുഗ്ലക്കാബാദ് ഫോർട്ട്, ജമാലി കമാലി അങ്ങനെ ടോംബുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബസ്സിൽ എല്ലാ അറേഞ്ച്മെൻറ്റും, ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ഉണ്ടായിരുന്നു. പഴം, സാൻഡ്വിച്ച്, എഗ്ഗ്, ഓറഞ്ച് അങ്ങനെ എല്ലാം നല്ലതായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തുഗ്ലക്കാബാദ് ഫോർട്ട് കാണാം. ഇന്നത്തെ വിശേഷങ്ങൾ. ഡൽഹി വരുന്ന എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്ക്, ചരിത്രപരമായി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് നല്ലതായിട്ട് പ്രയോജനപ്പെടും. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് DUവിൽ PhD പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. നല്ലതായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. കൂട്ടുകാരെ, ഇതാദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കാണണം. നല്ലൊരു വീഡിയോയാണ്. ഇതുപോലെ തന്നെ ഹിസ്റ്റോറിയൽ പ്ലേസ് ആയതുകൊണ്ട് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻഡിങ് വരെ കാണുക. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇരുന്നിട്ട് നമ്മൾ എന്താണ് കാണാൻ വന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ കൂടെ ഷഫീഖ് ഉണ്ട്. ഷഫീഖ് ജാമിയയിൽ PhD ചെയ്യാണ് പൊളിറ്റിക്കൽ സയൻസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാണ് പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ജനസംസ്കൃതി നടത്തുന്ന ഈ ട്രിപ്പിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി ഞാൻ ഷഫീഖിനെ ക്ഷണിക്കുകയാണ്. ഷഫീഖ് പറയുന്നത് എല്ലാവരും കേൾക്കുക. ആർക്കൊക്കെയാണോ താല്പര്യമുള്ളത്, താല്പര്യമില്ലാത്തവരും ഇത് നിങ്ങൾക്ക് ചരിത്രങ്ങൾ അറിയാനുള്ളതിലേക്കുള്ള ഒരു നല്ല തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഷഫീഖ്, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? അതായത് ഡൽഹിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ബോറടിക്കുകയാണെങ്കിൽ പറഞ്ഞ അപ്പം നിർത്തും. അതായത് ഡൽഹി എന്ന് പറയുന്നത് സിറ്റി ഓഫ് സിറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് നഗരങ്ങളുടെ നഗരം എന്നാണ് ഡൽഹി അറിയപ്പെടുന്നത്. 14ഓളം നഗരങ്ങൾ ഡൽഹിക്ക് എണ്ണുമ്പോൾ ഇന്ദ്രപ്രസ്ഥം മുതലാണ് പറയുക. അത് കഥയാവാം, മിത്താവാം, അതുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവാം. പാണ്ഡവന്മാരുടെ ഇന്ദ്രപ്രസ്ഥം മുതൽ ലുട്ടിൻസ് ഉണ്ടാക്കുന്ന ന്യൂഡൽഹി വരെ 14 നഗരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, തുഗ്ലക്കാബാദ്. ഒരു ഇതിനെ പറയുന്നത് ഫത്തേ ബുർജ് അല്ലെങ്കിൽ വിജയ് മണ്ഡൽ എന്നാണ് ഈ ഒരു ഏരിയനെ പറയുന്നത്. അതായത് അവരുടെ ഒരു വിക്ടറി കാണിക്കാനും വേണ്ടിയിട്ട് രാജാവ് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്ഥലം. ഇതിൻ്റെ വേറെ ഒരു ഫംഗ്ഷനും പണ്ടത്തെ കാലത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും അറ്റാക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ ഏറ്റവും പറ്റിയ ഒരു സ്ഥലമായിട്ടും ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ കൊടി നാട്ടിയ സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡൽഹി നമുക്കൊരു 360 വ്യൂവിൽ കാണാം. പിന്നെ എന്താ പറയുക, വേറൊരു സാധനം അത് ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ടോംബ് അതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആദിലാബാദ് ഫോർട്ട് അതാണ്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ കാണാം, അല്ലെങ്കിൽ ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ഫോർട്ട് കണ്ടിട്ട് നമുക്ക് പോകും. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലം വിക്ടറി ടവർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്. തുഗ്ലക്കാബാദിൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് 7 തടാകങ്ങളും 3 സ്റ്റെപ്പ് വെല്ലുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ എന്താ പറയുക, വെള്ളം വന്നിട്ട് സംഭരിച്ചു കഴിഞ്ഞാലും വെള്ളം വേനൽക്കാലം ആകുമ്പോഴത്തേനും വറ്റുന്നത് കൊണ്ടും ഇത് വാസയോഗ്യമല്ലാത്തൊരു സ്ഥലം ആയതിനാലാണ് പിന്നീട് എന്താ പറയുക, നമുക്കിപ്പോൾ എന്താ പറയുക, സയൻറ്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം ഇവിടെ വെള്ളം കെട്ടി നിർത്താനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. വെള്ളത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാൻ പറ്റുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ ഒരു നഗരം ഉണ്ടാക്കുമ്പോൾ ഇവിടെ 7 തടാകങ്ങളും 3 സ്റ്റെപ്പ് വെല്ലുകളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ എത്രത്തോളം വെള്ളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഹൗസെ ഷംസി എന്ന് പറഞ്ഞിട്ട്
ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിൽ മെഹ്റോളിയിൽ ഒരു വലിയ തടാകം ഉണ്ടാക്കുന്നുണ്ട്. കോഴിക്കോട് മാനാഞ്ചിറന്റെ പോലത്തെ ഒരു വലിയ തടാകം മെഹ്റോളിയുടെ ബാക്ക് സൈഡിലുണ്ട്. എന്താ പറയുക, അതായത് ഇൽത്തുമിഷിന്റെ സ്വപ്നത്തിൽ എന്താ പറയുക, ഇസ്ലാമിക പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് വന്നു. മുഹമ്മദ് മൂപ്പർക്ക് എന്താ പറയുക, ഈ സ്ഥലത്ത് കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ വെള്ളം കിട്ടുന്നു, അവിടെ ഒരു തടാകം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ആ സ്വപ്നപ്രകാരം ഇൽത്തുമിഷ് പണി കഴിപ്പിക്കുന്ന ഹൗസെ സംസിയിൽ നിന്നുള്ള വെള്ളം മഴക്കാലങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ സംഭരിച്ചും ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ വന്ന ഈ റോഡ് ഉണ്ടല്ലോ, മെഹ്റോളി എന്താ പറയുക ബദർപൂർ റോഡ്, ആ മുന്നിൽ വന്ന നമ്മളിങ്ങോട്ട് കയറിയ പേയ്മെൻറ്റ്, അതൊക്കെ അതായത് നമ്മളെ കോട്ടൻ്റെ അടിഭാഗം മൊത്തം വെള്ളത്തിലായിരുന്നു എന്നാണ് പഴയ ചരിത്രകാരന്മാർ പറയുന്നത്. അതായത് ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ അപ്പുറത്തുള്ള ടോംബൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ടോംബായിരുന്നു. പക്ഷേ എന്താ പറയുക, അതായത് ഏകദേശം 800-900 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ വെള്ളം സ്വാഭാവികമായിട്ട് വറ്റി, യമുന വേറെ വഴിക്ക് ഒഴുകിപ്പോയി. അങ്ങനെ എന്താ പറയുക, ഇവിടുത്തെ വെള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഒന്നും ഒരു അംശം കാണുന്നില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം ഈ ഒരു നഗരത്തിന് വെള്ളം എത്രത്തോളം പ്രാധാന്യമാണ് ഓരോ നഗരത്തിനും. അതായത് ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, ഒരു നഗരത്തിന് ആവശ്യം 3 ഘടകങ്ങളാണ്. ഒന്ന് ദരിയ, പിന്നെ ബാദൽ, പിന്നെ ഹാക്കിം എന്നാണ് പറയുന്നത്. ദരിയ എന്ന് പറഞ്ഞാൽ ഒരു നദി. നമ്മളിപ്പം ലോകത്തിലെ മഹാസംസ്കാരങ്ങൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഓരോ നദിയുടെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നൈലാണെങ്കിലും ഇന്ത്യൻ സംസ്കാരമായിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണെങ്കിലും ഈ ടൈഗ്രീസ്, യൂഫ്രട്ടീസ്, മെസോപ്പൊട്ടാമിയ ആണെങ്കിലും എല്ലാം ഓരോ നദി കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. അപ്പം ഒരു നഗരത്തിന് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നദി, പിന്നെ കാർമേഘങ്ങൾ, മഴ, വെള്ളം വേണം ആൾക്കാർക്ക് നിലനിൽക്കാൻ, ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പം വെള്ളം, പിന്നെ അതുപോലെ ഹാക്കിം എന്ന് പറഞ്ഞാൽ കഴിവുള്ള ഒരു ഭരണാധികാരി, ഏബിളായിട്ടുള്ളൊരു റൂളർ. അപ്പോൾ ഈ 3 ഘടകങ്ങൾ. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ വെള്ളം. ഇവിടെ നദി ഇല്ലായിരുന്നാണ്. അതുകൊണ്ട് തന്നെ അവർ നദിക്ക് ബദലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് സ്റ്റെപ്പ്. ജലം സംഭരിക്കാനും ബാക്കിയുള്ള സാധ്യതകൾ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്റ്റെപ്പ് വെൽ. എനിക്ക് തോന്നുന്നു ഡൽഹിയിലെ തന്നെ വൺ ഓഫ് ദ ഡീപ്പസ്റ്റ് സ്റ്റെപ്പ് വെൽ ഇതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് പതുക്കെ സിറ്റാഡൽ ഭാഗത്തേക്ക് നടക്കാം. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് നഗരപ്രദേശവും മാർക്കറ്റും സംഗതികളൊക്കെ കാണാം. പക്ഷേ നമ്മളെ സമയപരിമിതി, പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ നമ്മൾ കുഴങ്ങാണ്ടിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ സിറ്റാഡലിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കണ്ടിട്ട് ഇവിടെ നിന്ന് ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ടോപ്പിലേക്ക് പോവാം. ഞാൻ ഫ്ലെക്സിബിളാണ്, എനിക്കിഷ്ടം എല്ലായിടത്തും നടന്ന് കാണിക്കാനാണ്. പിന്നെ ബാക്കി അപ് ടു യു ഗൈസ്. കേറാം. കുതിരാലയങ്ങൾ അവരുടെ ഇന്ന് കാർ ഷെഡ് ഉള്ള പോലെ അന്ന് കുതിര ആയിരുന്നല്ലോ. അപ്പം കുതിരാലയങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ആ ഒരു ഏരിയ. ആ പില്ലറും ഇതൊക്കെ ആർച്ചൊക്കെ കാണുന്നുണ്ടല്ലോ, ആ ഒരു ഏരിയ നമ്മൾ പതുക്കെ രാജ്യത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം, അതായത് രാജാവും രാജ്ഞിയും പരിവാരങ്ങളും രാജാവിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. സിറ്റാഡൽ എന്നാണ് അതിന് പൊതുവെ ചരിത്രത്തിൽ പറയാം. നമുക്ക് എന്താ പറയുക, ആ ഒരു ഭാഗത്തേക്ക് അവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട്. പിന്നെ അതേപോലെ വിജയ് മണ്ഡൽ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഇവരുടെ രാജ്യത്തിൻ്റെ എന്താ പറയുക കൊടിയും സാധനങ്ങളും ഒക്കെ തൂക്കുന്ന, ഇവരുടെ പ്രൗഢി കാണിക്കുന്ന ഒരു വിജയ് മണ്ഡൽ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് എന്താ പറയുക സ്റ്റെപ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങനെ ഈ 2 സ്ഥലങ്ങൾ നമുക്ക് അവിടെ കണ്ടിട്ട് നമുക്ക് ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ടോംബിലേക്ക്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാജാക്കന്മാർ വേനൽക്കാലത്ത് താമസിക്കാൻ യൂസ് ചെയ്തിരുന്ന റൂമുകളാണ്. ചെറിയ ചെറിയ റൂമുകൾ ഭൂമിക്കടിയിലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ് കരിങ്കല്ലും കൊണ്ട്. പക്ഷെ ഭയങ്കര കൂളിങ്ങാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി. ഈ റൂമുകളിലൊന്നും എല്ലാം ഇരുട്ടടച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ വവ്വാലാണ് എല്ലാത്തിനകത്തും. നല്ല സ്മെല്ലുമായിരുന്നു. പക്ഷെ ഭയങ്കര കൂളിങ്, നല്ല കൂളിങ്ങായിരുന്നു, നല്ല ഭംഗിയുമായിരുന്നു കാണാൻ.
ഇപ്പോൾ വെളി നല്ല വെയിലാണ്, പക്ഷേ താഴെ ആയതുകൊണ്ട് നമുക്ക് നല്ല കൂളിംഗ് ആണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പ് കെട്ടി പുറത്തു പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊരു ചെറിയ റൂമാണ്, കണ്ടല്ലോ. ഇത്രയും ചെറിയ റൂമുകളാണ് ഓരോത്തിനകത്തും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ ഭയങ്കര കൂളിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കൂളിംഗ് ആണ്. ഈ കാണുന്ന ചെറിയ ഹോളില്ലേ, നമ്മൾ മുമ്പ് നടന്നു വന്ന ആ അണ്ടർ റൂമുകളാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റി ചെറിയ ചെറിയ റൂമുകളും ചെറിയ ചെറിയ ഹോളുകളും കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. അവിടെ എന്നോട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ ഡൽഹി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ കണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഒരു ടോംബ് കണ്ടിരുന്നു. അവിടെ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും വന്ന് അവിടെ കുറച്ച് നേരം ഇരുന്നു. എന്ന് വെച്ചാൽ നല്ല കാറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻഡ് ഭാഗമാണിത്. ഇതിനുള്ളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റുകളുണ്ട്, മദ്രസകൾ, കാര്യങ്ങളെല്ലാം കൂടി കാണാൻ പറ്റി നമുക്ക്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. സജഷൻസൊക്കെ പറയാം കമൻറ്റ് ബോക്സിൽ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി കാണാം.